Hi everyone, welcome to CHACHA'S Cook House. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. 700 ഗ്രാം ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വലിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് BDFന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം വേവുള്ള ബീഫാണിത്. നെയ്യൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബീഫിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരു 80% വെന്ത് കിട്ടിയാൽ മതിയാവും. ബീഫ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു മുട്ട. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയും കോൺഫ്ലോറും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഉപ്പും എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണേ. ബീഫ് ഒരു 80% വേവിച്ച് നല്ലപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. എന്നാൽ വെന്ത് പോവാനും പാടില്ല. നിങ്ങൾ ഇടയ്ക്ക് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എല്ലാ പീസിലും മസാല നന്നായിട്ട് കോട്ടാവണം. അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീഫിൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇട്ട് കൊടുക്കണേ. ഇതൊന്നും ഒരു സൈഡൊന്ന് മൂത്ത് വരുന്നത് വരേക്കും തിരിച്ചിടണ്ട. സ്പൂൺ കൊണ്ട് തൊടുകയും വേണ്ട. അല്ലാതെ ഒന്ന് മൂത്തായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിടാം. ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ BDF റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു 4 പച്ചമുളകും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ബീഫിന് കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് അതിലേക്കിടാം. ഇനി കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസിയും ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഷാപ്പിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടുന്ന പോലത്തെ തന്നെ BDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.